Friends, welcome to metroTech swagam. Ende peru Aayithu. ഞാൻ ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീനാണ്. അപ്പോൾ നമ്മുടെ കാറിലൊക്കെ വരുന്ന നമ്മുടെ ഡോറിൻ്റെ അകത്ത് വരുന്നൊരു ആക്ച്വേറ്റർ എന്ന് പറയുന്ന മോട്ടർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ നിർമ്മിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഒരു ഹാൻഡ് സാനിറ്റൈസർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കാളും വ്യത്യസ്തമായിട്ടാണ് ഇത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. നമുക്ക് ബാക്കി നമ്മുടെ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for me. ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ അങ്ങനെ സിമ്പിളായിട്ട് നിർമ്മിക്കാമെന്നാണ്. ഞാനൊരു ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് പ്ലേവുഡ് ബോർഡാണ്. ഇത് 37 സെൻറ്റിമീറ്റർ ലെങ്ത്തും പിന്നെ 12 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു ബോർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഫ്രണ്ട്സ്, ഇത് 20 സെൻറ്റിമീറ്റർ ലെങ്ത്തും പിന്നെ 15 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ബോർഡാണ്. പ്ലേവുഡ് ബോർഡാണ് ഇതെല്ലാം. പിന്നെ ഒരു ബോർഡ് ഞാൻ എടുത്തിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ ലെങ്ത്തും 12 സെൻറ്റിമീറ്റർ വീതിയുള്ളതാണ്. നമുക്കിപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് കാണാം ഫ്രണ്ട്സ്. ഞാൻ തന്നെ ചെയ്ത സർക്യൂട്ടാണ്. ഒരു റിലേയും നമുക്ക് IR സെൻസർ ആവശ്യമുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ആക്ച്വേറ്റർ മോട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നമ്മുടെ കാറിൻ്റെ ഡോർ ലോക്കിലൊക്കെ വരുന്ന ആക്ച്വേറ്റർ മോട്ടറാണ്. അതൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ബോർഡ് ആദ്യം ഫിക്സ് ചെയ്യാം. 2 ഹോൾ ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് ആദ്യം ഫിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിലും 2 ഹോൾ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഹോളിൻ്റെ അകത്തോട്ട് സ്ക്രൂ ഇട്ടിട്ട് മുറുക്കാൻ പോവുകയാണ്. നമ്മുടെ പ്ലേവുഡ് ബോക്സാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കളർ ചെയ്തെടുത്തതാണ്. നമ്മുടെ പ്ലേവുഡ് ബോക്സ് ഒരിക്കലും ഇങ്ങനെ കിട്ടില്ല. ഞാൻ കളർ ചെയ്താണത്. അപ്പോൾ നമ്മുടെ ഈ പ്ലേവുഡിൽ നമ്മളിപ്പോൾ സ്ക്രൂ ഇട്ടു. നമുക്കിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഹോളിലോട്ട് നമ്മളിപ്പോൾ ആ സ്ക്രൂ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 2 സ്ക്രൂവും നമ്മളിപ്പോൾ നന്നായി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അടിവശം നമ്മൾ സ്ക്രൂ ചെയ്ത് നല്ലോണം ഫിക്സ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്ലൂ പെയിന്റ് അടിച്ചിട്ട് മഞ്ഞക്കഷ്ണം കൂടെ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്തിനാന്ന് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ അത് ആദ്യം സ്ക്രൂ ചെയ്യാം. ഞാനിപ്പോൾ സ്ക്രൂ ചെയ്യുകയാണ്. ഈ എക്സ്ട്രാ പീസ് എന്തിനാണ് വെച്ചിരിക്കുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെയാണ് നമ്മുടെ സാനിറ്റൈസർ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നമ്മുടെ സാനിറ്റൈസറോടെ കയറിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ആക്ച്വേറ്റർ മോട്ടർ വെക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ നമ്മുടെ ടോപ്പിൽ മുട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഈ പ്ലേവുഡ് ഉറപ്പിച്ചു. നമുക്ക് നമ്മുടെ ആക്ച്വേറ്റർ നമുക്കിവിടെ സ്ക്രൂ ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ അത് സ്ക്രൂ ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, ആയിട്ട് നമ്മൾ സർക്യൂട്ട് ബോർഡിനെ കുറിച്ച് പറയാം. BD140 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു LED വെച്ചിരിക്കുന്നത്. നമ്മുടെ ബോർഡ് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് LED വെച്ചിരിക്കുന്നത്. 1K റെസിസ്റ്റൻസറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ 5 വോൾട്ടാണ് നമ്മുടെ IR സെൻസർ. അതുകൊണ്ട് ഞാനിപ്പോൾ റെഗുലേറ്ററൈസ് വെച്ചിട്ടുണ്ട് 5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ റെഗുലേറ്ററൈസിൻ്റെ ഫസ്റ്റ് പിൻ നമ്മളിപ്പോൾ ഇത് നമ്മുടെ പവർ പിന്നാണ്. ആ പവർ പിന്നിൽ നമ്മളിപ്പോൾ നമ്മുടെ 1K റെസിസ്റ്റൻസർ ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ആയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ LED ബൾബിൻ്റെ പോസിറ്റീവ് പിന്നോട്ടും കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് നമ്മുടെ റെഗുലേറ്ററൈസിൽ നൽകുന്ന ഗ്രൗണ്ട് പിന്നോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്രൗണ്ട് പിന്നെ ഇത് നമ്മുടെ 5 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന പിന്നാണ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഫസ്റ്റ് പിന്നിൽ നേരെ നമ്മുടെ റെഡ് വയർ സോൾഡർ ചെയ്തിട്ട് നമ്മുടെ ബാറ്ററി അഡാപ്റ്ററിൻ്റെ പിന്നിൽ പോസിറ്റീവ് പിന്നിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വരുന്ന ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാം, ബ്ലാക്ക് പിന്നോട് സോൾഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ആ പിന്നെ നേരെ പോയിരിക്കുന്നത് നമ്മുടെ ബാറ്ററി അഡാപ്റ്ററിൻ്റെ നെഗറ്റീവിലോട്ടാണ്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു പേർപ്പിൾ പിന്നാണ്. ആ ഞാൻ നേരെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ IR സെൻസറിൻ്റെ VCCയിലോട്ടാണ്. 5 വോൾട്ടാണിത്. ഇതാണ് എൻ്റെ ബാക്കി. ഇപ്പോൾ ഞാനിപ്പോൾ IR സെൻസർ ഫ്രണ്ടിൽ വെക്കണമെന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 5 വോൾട്ടിലാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ റെഡ് വയർ VCC കൊടുത്തു. നിങ്ങൾക്ക് കാണാം, ഈ പേർപ്പിൾ വയറാണ് നേരെ റെഡിലോട്ട് പോയിട്ട് ഈ റെഡ് വയർ ഞാനിപ്പോൾ VCC കൊടുത്തു. പിന്നെ വരുന്നത് നമ്മുടെ ട്രാൻസിസ്റ്ററിലോട്ടാണ്. ട്രാൻസിസ്റ്ററിൽ നിങ്ങൾക്ക് കാണാം, ഒരു 1K റെസിസ്റ്റൻസർ ഞാൻ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രാൻസിസ്റ്ററിൽ വരുന്നത് 3 പിൻസാണ്. കളക്ടർ, എമിറ്റർ, ബേസ് അങ്ങനെ 3 പിന്നാണ് വരുന്നത്. നമ്മളിപ്പോൾ
അവസാനത്തെ പിന്നിൽ നമ്മളിപ്പോൾ ഒരു യെല്ലോ വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വയർ നമ്മൾ നേരെ ഔട്ടിലോട്ട് കൊടുക്കണം. IR സെൻസറിന്റെ ഔട്ടിലോട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ നമുക്കൊരു ഗ്രൗണ്ട് പിൻ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ അടുത്ത പിൻ നമ്മളിപ്പോൾ നേരെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ VCC കൊടുത്തു. നമ്മുടെ ഔട്ട് പിന്നാണ്. അപ്പോൾ നമ്മുടെ ഔട്ട് വരുന്ന പിൻ നമ്മളിപ്പോൾ നമ്മുടെ റിലേയിലോട്ട് നമ്മൾ കൊടുത്തു. പിന്നെ ഫ്രണ്ട്സ് നമുക്കൊരു നെഗറ്റീവ് കൊടുക്കണം. നമ്മുടെ IR സെൻസറിന് ഒരു നെഗറ്റീവ് കൊടുക്കണം. നിങ്ങൾക്ക് കാണാം ഈ പിന്നാണ് ഞാനിപ്പോൾ നെഗറ്റീവ് കൊടുക്കുന്നത്. ഞാൻ ഈ പിന്ന് കൊടുത്തു. നിങ്ങൾക്ക് കാണാം ഈ പിന്ന് നേരെ പോകുന്നത് ഗ്രൗണ്ടിലോട്ടാണ്. നമ്മുടെ ഗ്രില്ലുടെ ഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഞാനിപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാം. നമ്മുടെ കണക്ഷൻസ് കഴിഞ്ഞു. ബോർഡ് നമുക്കിപ്പോൾ നമ്മുടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് നമുക്ക് പ്രവർത്തിച്ച് വെക്കാം. ബാറ്ററി കണക്ഷൻ കൊടുക്കാനായിട്ട് 2 വയർ എടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രീനും ഗ്രേയും ആണ്. ഗ്രീൻ പോസിറ്റീവും ഗ്രേ നെഗറ്റീവും ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് ഞാൻ നേരെ കൊണ്ട് ചെല്ലുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഗ്രീൻ വയർ എന്ന് വെച്ചാൽ നമ്മുടെ പോസിറ്റീവ് കൊടുക്കാനുള്ള വയർ നേരെ പോകുന്നത് സ്വിച്ചിന്റെ പിന്നിലോട്ടാണ്. നിങ്ങൾക്ക് കാണാം നമ്മൾ സ്വിച്ചോട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിന്റെ സ്വിച്ചിന്റെ പിന്നിലോട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിന്റെ രണ്ടാം ഭാഗത്ത് നമ്മളൊരു കണക്ഷനും കൂടെ നേരെ എടുത്തിട്ട് നമ്മുടെ പോസിറ്റീവിലോട്ട് കൊടുത്തിട്ടുണ്ട്. സർക്യൂട്ട് ഫിനിഷായി നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ നമ്മുടെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ ബോർഡ് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലൈവുഡ് ബോക്സിന്റെ ബാക്കിലായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ബോർഡ് പിടിപ്പിച്ചു. ഓക്കെ, വേറെ കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മുടെ ഒരു സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് അത് മാത്രമല്ല ഞാനിപ്പോൾ നമ്മുടെ മോട്ടർ മാറ്റി. മോട്ടർ വർക്കാവുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ നേരത്തെ ഉപയോഗിച്ച മോട്ടർ ഇതിൽ നമ്മുടെ ബുഷ് വർക്കാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മാറ്റി. ഫ്രണ്ട്സ് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാം നമ്മൾ കൈ കൊണ്ടുപോകുമ്പോൾ വർക്കാവുന്ന നിങ്ങൾക്ക് കാണാം. പിന്നെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ IR സെൻസറിലോട്ട് നമ്മൾ കൈ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മോട്ടറിന്റെ അടിയിലിരിക്കുന്ന പുഷ് താഴോട്ട് വരും. അപ്പോൾ നമ്മുടെ സാനിറ്റൈസറിലോട്ട് അപ്ലൈ ആയിട്ട് നമ്മുടെ സാനിറ്റൈസർ കയ്യിൽ വരും. അതാണ് നമ്മുടെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് കാണാം നമ്മളെ മോട്ടർ വർക്കാവുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ IR സെൻസർ ഇവിടെ ആയിട്ടാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ലീവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഒരു സ്ലീവ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാനിറ്റൈസറിന്റെ ബോട്ടിലാണ്. ഇപ്പോൾ നമ്മുടെ IR ഡിറ്റക്ട് ചെയ്യുമ്പോഴാണ് വർക്കാവുന്നത്. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടൊരു ബ്ലാക്ക് ചാർട്ട് ഞാനിപ്പോൾ നമ്മുടെ സാനിറ്റൈസറിന്റെ ബോട്ടിലിന്റെ മുകളിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. സാനിറ്റൈസറിന്റെ മുകളിലായിട്ട് ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചാർട്ട് പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ സാനിറ്റൈസർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു സ്റ്റോപ്പറായിട്ട് ഒരു PVC പൈപ്പിന്റെ കഷ്ണം ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ബാറ്ററിയുടെ ഫസ്റ്റ് എൻഡ് നമ്മളിപ്പോൾ നേരെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്വിച്ചിലോട്ടാണ്. നമ്മുടെ സ്വിച്ച് പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ പോയിരിക്കുന്നത് നമ്മുടെ അഡാപ്റ്ററിലോട്ടാണ്. നമ്മുടെ അഡാപ്റ്ററിൽ നിന്ന് നമ്മുടെ സർക്യൂട്ട് ബോർഡിലോട്ട് പോകും. നമ്മുടെ സർക്യൂട്ട് ബോർഡിലോട്ട് നമ്മുടെ റിലേയിലോട്ട് നമ്മുടെ പോസിറ്റീവ് വയർ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മോട്ടോറിന്റെ പോസിറ്റീവ് വയർ നമ്മുടെ അഡാപ്റ്ററിന്റെ പോസിറ്റീവ് വയറിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ നെഗറ്റീവ് നമ്മുടെ റിലേയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റിലേ ആണ് നമ്മുടെ മോട്ടറിന് നെഗറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണക്ഷൻ. വെൽക്രോന്റെ 2 പീസ് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ സാനിറ്റൈസർ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ 2 വെൽക്രോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 2 വെൽക്രോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിലായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിൽ 2 വെൽക്രോ നിങ്ങൾക്ക് കാണാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയായിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. ബാക്കിൽ ഞാനിപ്പോൾ ഇവിടെ ഹാഫായിട്ടും അവിടെ ഹാഫായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ടിൽ വെൽക്രോ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓട്ടോമാറ്റിക് സാനിറ്റൈസർ വെച്ച് നമുക്ക് ഉറപ്പിച്ച് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മുടെ ഇൻഡിക്കേഷൻ ലൈറ്റ് തെളിയുന്നത് നിങ്ങൾക്ക് കാണാം. ചെയ്ത് നോക്കാം. സേഫ്റ്റിയാണ് ഇപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് സേഫ്റ്റി നല്ലതാണ്. ഓട്ടോമാറ്റിക് സാനിറ്റൈസർ നമുക്ക് ബട്ടനോടൊന്നും വേണ്ട. അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിക്കാം. ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതലായിട്ടുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്താൽ എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ് താങ്ക് യു.